ശ്രീ കെ പി രമേശൻ, ഗുരുദേവ് കോളേജിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? SFI ആരോപിക്കുന്നത് SFIയുടെ ഏരിയ പ്രസിഡന്റിന്റെ കരണത്തടിച്ച് പ്രിൻസിപ്പൽ കർണപുടം ഉടച്ചു എന്നാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചതിന്റെ പ്രതികരണമായിട്ടാണ് SFI പ്രവർത്തകർ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് തള്ളിക്കയറുകയും പിന്നീട് മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തതെന്ന് ആ സംഘടന പറയുന്നു. ശരിയാണോ? ആ സംഭവം നടന്നത് ജൂലൈ 1-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. രാവിലെ 10 മണിയോടനുബന്ധിച്ചാണ് ഇവർക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഇടണമെന്ന് പറഞ്ഞ് വന്നത്. പക്ഷേ പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞു ഇതിന് സമ്മതം തരാൻ പറ്റത്തില്ല, മാത്രമല്ല ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഈ ഹെൽപ്പ് ഡെസ്ക് ഉള്ളത്, നിങ്ങൾ ആലോചിച്ചിട്ട് ഒത്തിരി സമയത്തിന് ശേഷം പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 15 മിനിറ്റ് സമയം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്നും വന്ന ഏതാനും ചെറുപ്പക്കാരാണ്, കൃത്യമായിട്ട് കണ്ടാലറിയാം, മേലത്തെ കോളേജിലെയും പുറത്തുള്ള SFIയുടെ നേതാക്കന്മാരാണ് വന്നതെന്ന് മനസ്സിലായി. അവർ പ്രിൻസിപ്പളുമായിട്ട് വാക്കേറ്റത്തിലായി. വാക്കേറ്റം തുറന്ന് ഞങ്ങൾ SFIയുടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റില്ല എന്ന് പറയുകയും പ്രിൻസിപ്പളിൻ്റെ 2 കൈ വലത്തെ കൈ പിടിച്ച് പിരിച്ചു, കൂടാതെ അദ്ദേഹത്തിനെ ഒന്ന് തള്ളുകയും ചെയ്തു. പക്ഷേ ഭാഗ്യവശാൽ അവിടുന്ന് സീനൊന്നുമില്ലാതെ ഞങ്ങൾ പ്രിൻസിപ്പളെ സൗമനസ് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് ഓഫീസിലേക്ക് പോയി. അടുത്ത ഒരു 15 മിനിറ്റിന് ശേഷമാണ് രണ്ടാമത്തെ അപ്രതീക്ഷിതമായ ഈ ആക്രമണ സീനിൽ കാണുന്നത്. അതായത് ശ്രീ രമേശൻ, ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ദൃശ്യം ഉണ്ടല്ലോ, CCTV ദൃശ്യം, അത് പ്രിൻസിപ്പലിന്റെ റൂമിനകത്തേതാണ് അല്ലേ? അതെ, അത് പുറത്തുനിന്ന് പ്രിൻസിപ്പൽ റൂമിനകത്തേക്ക് ഇരച്ചു കയറുകയാണ് ചെയ്തത്. പുറത്തുനിന്ന് എത്തിയ ആളുകൾ അല്ലേ? അതെ, പുറത്തു വന്ന ആൾക്കാരുണ്ട്. അതെ, അവരാണ് ചെയ്തത്, തീർച്ചയായും. അവിടെ വെച്ച് പ്രിൻസിപ്പാൾ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. പ്രിൻസിപ്പാളും ഒരു അധ്യാപകനും, താങ്കളാണോന്ന് എനിക്കറിയില്ല, പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് ഇരച്ചു കയറുന്നു. താങ്കളാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരെ ആക്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് അവിടെ സംഭവിച്ചത്. അതെ, സത്യത്തിൽ ഞാൻ പുറത്തായിരുന്നു. പ്രിൻസിപ്പൽ അകത്തുനിന്ന് സീറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് ഞാൻ തൊട്ട പിന്നാലായിരുന്നു. ആദ്യത്തെ അടി പ്രിൻസിപ്പൾക്ക് നേരെ കൊടുത്തപ്പോൾ സമയത്ത് എനിക്കൊരു കാര്യം തീരുമാനിച്ചു, ഈ സംഭവം തുടർന്നു പോയാൽ ശരിയില്ല. ഞാൻ കയറി ആ കുട്ടിയുടെ കഴുത്തിൽ കോളർ പിടിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവരെ ഭാഗ്യവശാൽ എന്നെ ആരും അടിച്ചിട്ടില്ല. ഇനിയൊരു അടി പ്രിൻസിപ്പൾക്ക് കൊള്ളരുത്, അത് രക്ഷപ്പെടുത്തേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്വം. കാരണം വേറെ കോളേജിൽ ജെൻസായിട്ട് വേറെ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി 27 സ്റ്റാഫും ലേഡീസാണ്. അപ്പോൾ ഭാഗ്യവശാൽ അത് ഒരു 20 സെക്കൻഡോളം മാത്രമേ നീണ്ടു നിന്നിട്ടുള്ളൂ. അവിടുത്തെ ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾ തന്നെയും അവരെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത്. അത് ഒരു ശാരീരികമായ മർദ്ദനത്തിനപ്പുറത്ത് നമ്മളെ പ്രിൻസിപ്പളുടെ പറഞ്ഞോളൂ. ശാരീരിക മർദ്ദനത്തിനപ്പുറത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പവിത്രമായ ആ ബന്ധം തകരുന്നൊരു നിമിഷമായിരുന്നത്. അതാണ് ഞങ്ങൾ ഏറ്റവും വേദനിച്ചത്. തീർച്ചയായും. അതിനുശേഷം ശ്രീ കെ പി രമേശൻ പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ഈ പ്രിൻസിപ്പളിന് മർദ്ദനമേറ്റു, ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഗേറ്റിന്റെ അരികിൽ വെച്ച് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ താങ്കളെ തന്നെ ഉപദ്രവിച്ചു എന്ന് കേട്ടു. ശരിയാണോ? ശരിയാണ്, 100% ശരിയാണ്. കാരണം പ്രിൻസിപ്പളെ സഹായിക്കാൻ ഞാൻ മാത്രമേ കൂടെയുള്ളൂ പ്രിൻസിപ്പളെ സഹായിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഗേറ്റിലെടുത്ത് എത്തുന്ന സമയത്ത് ഒരാൾ, എനിക്ക് പരിചയമുള്ള ആൾ, എൻ്റെ വയറിന് ശരിക്കും ലോക്ക് ചെയ്തു, എൻ്റെ ശരീരം ലോക്ക് ചെയ്ത് എന്നെ പ്രകോപിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. ഒരു പക്ഷേ എന്നെ കൊണ്ട് പ്രതികരിപ്പിച്ച് വല്ല ഒരു സംഘർഷത്തിലേക്ക് പോയാണെങ്കിൽ അവർക്ക് ക്യാമറയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിച്ചായിരിക്കാം. എനിക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അവൻ്റെ ഇഷ്ടപ്രകാരം പിന്നോട്ട് മാറി. ഒരു 15ഓളം അടി ഞാൻ പിന്നോട്ട്, എൻ്റെ ശരീരം അവന് വേണ്ടി ഇതൊക്കെ അവിടുത്തെ SFI പ്രവർത്തകരാണോ? ഈ കോളേജിലെ SFIക്കാരാണോ അതോ പുറത്തുനിന്നുള്ള SFIക്കാരോ? പരിചയമുള്ള ആൾക്കാരാണോ? ഇല്ലേ, കോളേജിലല്ല, പുറത്തുനിന്ന് വന്ന, എനിക്ക് പരിചയമില്ല, പുറത്തുനിന്ന് വന്ന ഒരു SFIയുടെ പ്രവർത്തകനായിരിക്കണം എന്നെ തള്ളിയത്. തൊട്ടടുത്ത് പോലീസ് വണ്ടി ഉണ്ടായിരുന്നു, പോലീസ് വണ്ടിയുടെ മുമ്പ് വരെ എത്തി. അപ്പോൾ ഞാൻ അയാളെ ശരീരത്തിൽ കുതിരി മാറി പ്രിൻസിപ്പളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. ഈ പറഞ്ഞ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസിന്റെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? കാരണം SFIക്ക് പരാതിയുണ്ട്, അതായത് പ്രിൻസിപ്പൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ ആ വിഷയവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് CCTVയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്നാണ്. തീർച്ചയായും ഉള്ളിൽ നടന്ന കാര്യങ്ങളെല്ലാം CCTV നടന്നിട്ടുണ്ട്. പുറത്തേക്ക് ഉള്ള ഈ സീനൊന്നും ആ CCTV പതിയാൻ സാധ്യതയില്ല. ഉള്ളിൽ നടന്ന ആ അടിയുടെ സീന്, പ്രധാനപ്പെട്ട സീന് CCTVയിലുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. തീർച്ചയായും.